ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ഒന്നിനും തന്നിടാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുവാൻ തക്കണം സഹായിച്ചല്ലോ. ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഇന്ന് പോൽക്കാലം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലൊക്കെ കൂടെ ഇരിക്കണമേ. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന് അനർത്ഥത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം വരും സന്തോഷം സമാധാനമല്ല എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വസമ്പന്നന അബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട എല്ലാ മക്കളെയും ഏൽപ്പിക്കുക കർത്താവേ. ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ അവിടുന്ന്, ഉള്ളതുപോലെ അറിയുന്ന അപ്പൻ അവിടുന്ന്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയവിചാരങ്ങളെ, ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ അറിഞ്ഞ് കർത്താവ് സഹായിക്കുമാറാകണം. ഭാരങ്ങളും രോഗങ്ങളും അവിടുന്ന് ഏറ്റെടുക്കുമാറാകണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭാരമേൽക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവാ. ഇന്ന് വരെ അങ്ങനെ ചെയ്ത് നടത്തിയ ദൈവമാ, വീണ്ടും ഞങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് വരെ ഞങ്ങളെ കരുതി നടത്തിയ ദൈവം അവിടുന്ന് വീണ്ടും കരുതുവാൻ സർവ്വശക്തനാകിയാൽ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിച്ചവരുടെ ഭാവിയെ കരുതിക്കൊള്ളണമേ. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയമൊരുക്കണമേ. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന പൈതങ്ങളെ കാത്തോണേ കർത്താവേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. OETയും IELTSഉം പ്രമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, അപ്പോൾ ജർമ്മൻ പഠിക്കുന്ന മക്കൾ, ഈ സമയം കർത്താവ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞവർ, മെഡിക്കലിന് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരാഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിക്കണമേ. അത് അനുഗ്രഹത്തിൻ്റെ വഴിവാതിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഉപജീവനമാർഗമില്ലാതെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ സ്വർഗം തുറന്നു കൊടുക്കണമേ. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ, ആരുടെയും മുൻപിൽ തലകുനിക്കാൻ അനുവദിക്കാതെ സ്വർഗം കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങുന്നതമായതും ശ്രേഷ്ഠമായതും ഒരുക്കി വെച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളിൽ ലജ്ജിച്ചു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ കർത്താവേ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. സ്തോത്രം. വീണ്ടും ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണം കർത്താവേ. അപ്പോൾ കടഭാരത്തിൽ നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് മനസ്സലിവ് കാണിക്കണേ കർത്താവേ. അവർക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ, ഒരു കിടപ്പാടമില്ലാതെ ഭാരപ്പെടുന്നവരെ സ്വർഗം കരുതണമേ കർത്താവേ. അവർക്ക് സ്വന്തമായി തലചായ്പാൻ ഇടമൊരുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയപ്പ ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെയും ഓർക്കുന്നു. അവരുടെ ഭവനത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണം.
ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, എല്ലാ ഉപജനമാർഗത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കണേ കർത്താവേ. 5 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവം, വലിയൊരു ശേഷിപ്പ് നൽകിയ ദൈവം, ഓരോരുത്തരുടെയും ഉപജനമാർഗത്തിന്മേൽ പൊൻകരം വയ്ക്കണം. എല്ലാ നന്മകളും കൊടുത്ത് ഓരോരുത്തരെയും നിറയ്ക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിച്ച് കാത്തോണേ കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവ്, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. മദ്യപാനികളെ ചൊല്ലി വിലപിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. മാനസാന്തരം നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, സ്തോത്രം 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 കർത്താവേ. ചില നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ വലയുന്ന ജീവിതങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണമേ. ഇത്രത്തോളം സഹായിച്ച ദൈവം വീണ്ടും കരുതുവാൻ സർവ്വസമ്പന്നനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, ഈ സമയം കർത്താവ് ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഭവനങ്ങളിൽ കിടക്കകളിലായിരിക്കുന്നവരുണ്ട്. കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ട്. ആമീൻ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ നീർക്കെട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. അപ്പോൾ ഈ സമയം ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ബൈപ്പാസ് സർജറിക്കായിട്ട് ഹല്ലേലൂയ കർത്താവെ ഒരുങ്ങുന്ന ജീവിതങ്ങൾ, ദൈവമായ കർത്താവെ തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ദൈവമായ കർത്താവെ ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മുഴയുള്ളവർ, ഫിക്സ് രോഗം വരുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, തൈറോയ്ഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരം ആസകലം പുകച്ചിലും ചൊറിച്ചിലുമായിട്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ പല്ലിൻ്റെ വേദനയാൽ, ഇൻഫെക്ഷനാൽ, ചെവിയുടെ വേദനയാൽ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെയൊക്കെ ഉണ്ട് കർത്താവേ. അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന നാഥ, നിൻ്റെ മക്കളെ അവിടെ നിന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ. കഴിഞ്ഞ നാളുകളിൽ നീ വിടുവിച്ച ജീവിതങ്ങളാപ്പാ. ആമൻ. സൗഖ്യത്തോടെ ഇന്നുവരെ കാത്തു ദൈവമാ. വീണ്ടും തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുവാനും സർവ്വശക്തൻ അവിടുന്നാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. സ്വർഗം മനസ്സലിയുമാറാകണം. ഞങ്ങളുടെ എല്ലാ രോഗികളുടെ മേലും ആ പൊന്നുകരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. അങ്ങ് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവേ. അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ല വചനം എൻ്റെ അപ്പനാ. എൻ്റെ പൊന്നു പിതാവേ, ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഭാരവിഷയം ഏൽപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിൽ അലമുറയിട്ട് കരയുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ. സമാധാനമായി ആശ്വാസമായി മുൻപോട്ട് ജീവിപ്പാൻ സ്വർഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദന വിഷയം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ രാജ്യങ്ങളെയെല്ലാം കാത്തുകൊള്ളണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എൻ്റെ കർത്താവിനെ അറിയുവാൻ, എല്ലാ നാവും എൻ്റെ യേശു കർത്താവെന്ന് പറയുവാൻ, എല്ലാ മുഴങ്കാലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങുവാൻ സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.